എത്താം. ഇപ്പോൾ ജോർജ് കള്ളിവയൽ ദീപികയുടെ എഡിറ്ററാണ്. അദ്ദേഹം ഡൽഹിയിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ ജോർജ് കള്ളിവയൽ, നമുക്കൊക്കെ കേട്ടിരിക്കാൻ ബുദ്ധിമുട്ടുള്ള, നമ്മുടെ എല്ലാ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്ത കൂടി ഡൽഹിയിൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 10 വയസ്സുകാരിയാണ് ഒരു കൂട്ടബലാത്സംഗത്തിനിരയായി. അതും ആ കുട്ടിയെ ായ ക്രൈം സീനിനെ കുറിച്ചൊക്കെ പോലീസ് വിശദീകരിക്കുന്നത് കേൾക്കുമ്പോൾ തലയിൽ അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. അത്തരത്തിൽ അതിക്രൂരമായിട്ടാണ് ആ കുട്ടിയോട് പ്രതികൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് ഡൽഹി പോലീസ് അടക്കം നൽകുന്നത്? ഞങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും പഴയ നിർഭയ കൂട്ടബലാത്സംഗവും കൊലപാതകത്തിനു ശേഷം ഇന്ത്യ രാജ്യത്തെ ആകെ ഞെട്ടിച്ച വലിയൊരു ഒരു വളരെ 10 വയസ്സുള്ള ഒരു കുഞ്ഞു പെൺകുട്ടീനെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും കൊലപാതകം ചെയ്ത ഒരു വാർത്തയോടെയാണ് ഇന്ന് നമ്മുടെ രാജ്യം ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കൊക്കെ ഏറെ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഇന്നലെ രാത്രി ഒരു 12:30-ക്കാണ് പോലീസിന് ആദ്യമായി സംബന്ധിച്ച് ഒരു കോൾ ലഭിക്കുന്നതും അത് കഴിഞ്ഞ് ഇത് കണ്ടെത്തുന്നതുമൊക്കെ. എന്തായാലും ആ കുട്ടിയുടെ പിതാവ് പറയുന്നത് കേട്ടാൽ തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്ര ക്രൂരമായ ഒരു കൂട്ടബലാത്സംഗമാണ് അവിടെ നടന്നിരിക്കുന്നത്. ഇതിലെ 2 പ്രതികളെ, രാഹുൽ എന്ന് പറഞ്ഞ ഒരു 20 വയസ്സുകാരനെയും ദേവദത്ത് എന്ന് പറയുന്ന 30 വയസ്സുകാരനെയും അറസ്റ്റ് ചെയ്തതായിട്ട് പോലീസ് പറയുന്നുണ്ട്. ഇവരെ ചോദ്യം ചെയ്യുന്നു വരുന്നുണ്ട്. നമുക്കറിയാം, നരേല എന്ന് പറയുന്ന ഡൽഹിയിലെ അവിടെയുള്ള ഒരു 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 കൊട ഫാക്ടറിയിലെ ജോലിക്കാരനാണ് ഈ ദേവദത്ത്. അവിടെ തന്നെയുള്ള ഒരു റബ്ബർ ട്യൂബ് സിലിണ്ടർ ഉണ്ടാക്കുന്ന, റബ്ബർ ട്യൂബ് ഉണ്ടാക്കുന്ന ഒരു കടയിലെ ഒരുതനാണ് ഈ രാഹുൽ എന്ന് പറയുന്നവൻ. ഇവരാണ് ഇപ്പോൾ പ്രധാനമായിട്ടും പിടിക്കപ്പെട്ടിരിക്കുന്നത്. ഇതേ ദിവസം തന്നെ ഇന്നലെ ഡെറാഡൂണില് ഒരു BJP നേതാവിന്റെ ബന്ധുക്കള് ഇതുപോലെ തന്നെ ഇന്ന് അറസ്റ്റിലായിട്ടുണ്ട്. അവിടെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ അവിടെയും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് വളരെ, ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇപ്പോഴും ഇത്തരം സംഭവങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. പോലീസ് ഈ കേസ് മൂടിവെക്കാൻ ഡെറാഡൂണില് 6 പേരാണ്. അതിനകത്ത് BJP നേതാവിന്റെ സഹായി അടക്കം. അത് 13 വയസ്സുള്ള ഒരു പെൺകുട്ടീനെയാണ് ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ ജില്ലയിൽ ഇന്ന് വീണ്ടും ബലാത്സംഗം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ കൂട്ടബലാത്സംഗങ്ങളുടെ ഒരു തുടർക്കഥയാണ് അവിടെ നടന്നിരിക്കുന്നത്. ജൂൺ 24 നടന്ന സംഭവത്തിലാണ് ഇപ്പോൾ ഈ ഡെറാഡൂണിലെ കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. അവിടെ BJP നേതാവായിട്ടുള്ള ആദിത്യരാജ് സൈനിയെയും അദ്ദേഹത്തിന്റെ സഹായമായിട്ടുള്ള അമിത് സൈനിയുമാണ് അവർ നേരിട്ട് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. അപ്പൊ അത് ഈ ഡൽഹിയിലെ സംഭവവും ഡെറാഡൂണിലെ സംഭവവും നമുക്കുണ്ടാക്കുന്ന വേദനകള് ചെറുതല്ല. പോലീസ് പറയുന്നത് പ്രതികളെ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറയുമ്പോഴും വലിയ തോതിലുള്ള ഒരു പ്രയാസം ആണ് ഇവിടെ. ഇന്ന് നമുക്കറിയാം, രാവിലെ തന്നെ കൊടിയ മഴയും വിമാനത്താവളത്തില് ഇടിഞ്ഞു വീണ് 2 പേരും കൊല്ലപ്പെടുകയും 5-6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിന് തൊട്ടു പിന്നാലെയാണ് അതെ, ശ്രീ ജോർജ് കള്ളിവയൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഈ നിർഭയ കേസിന് ശേഷമൊക്കെ സമുചിതമായ മാറ്റങ്ങൾ നിയമത്തിൽ പോലും കൊണ്ടുവന്നു, അത്തരത്തിൽ സ്ത്രീ സുരക്ഷയൊക്കെ ഉറപ്പാക്കി എന്ന് നമ്മൾ സമാശ്വസിക്കുന്ന ഘട്ടത്തിലാണ് വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, അതും ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വാർത്തയുടെ പശ്ചാത്തലത്തിൽ ചോദിക്കുകയാണ്. ഇത്തരത്തിൽ രാജ്യത്തിന്റെ പല കോണിൽ നിന്നും താങ്കൾ സൂചിപ്പിച്ചതുപോലെ ദിവസവും വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ നിയമം മാറ്റിയിട്ടും കർക്കശമായ ശിക്ഷ നൽകിയിട്ടും ഒന്നും നമ്മളുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ക്രൂരത ഇല്ലാതാക്കാൻ കഴിയുന്നില്ല. സ്ത്രീകൾക്ക് തക്കതായ, കുട്ടികൾക്ക് തക്കതായ സുരക്ഷ ലഭ്യമാക്കാൻ കഴിയുന്നില്ല എന്നുള്ള സാഹചര്യത്തിൽ കൂടി തന്നെയാണ് നമ്മൾ പൊക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും, അല്ലേ? തീർച്ചയായിട്ടും ഈ രാജ്യത്തെ ഒരു പെൺകുട്ടിയും ഒരു സ്ത്രീയും സുരക്ഷിതരല്ല എന്ന സ്ഥിതിയിലേക്ക് വരുന്നത് ഇന്ത്യ പോലൊരു രാജ്യത്തിന് മറ്റെന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കിയാലും അപമാനകരമാണെന്ന് മാത്രമല്ല, ഒരു തരത്തിലും ഇത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല നടക്കുന്നത്. ആര് ഭരിച്ചു ആരെന്നുള്ളതല്ല, ഇവിടെ ഒരു പെൺകുട്ടിക്ക് പോലും ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാകാൻ പാടില്ല. ഇതിനെക്കുറിച്ചൊക്കെ ഈ രാജ്യത്ത് വലിയ പ്രശ്നം ഉണ്ടായതാണ്. നമുക്കറിയാം, നിർഭയ സംഭവം ഉണ്ടാക്കിയ കോളിളക്കം ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും
140 കോടി ജനങ്ങളുടെ ഹൃദയം മുറിവേൽപ്പിച്ച ആ സംഭവത്തിന് ശേഷം ഇനിയെങ്കിലും അത്ര സംഭവങ്ങൾ ഉണ്ടാകാതെ അതേ ഡൽഹിയിലാണ് ഇന്ന് വെറും 10 വയസ്സുള്ള ഒരു കുട്ടിക്ക് നേരെ ഇത്ര ക്രൂരമായ ആക്രമണം ഉണ്ടായിരിക്കുന്നത്, ലൈംഗിക ആക്രമണം ഉണ്ടായിരിക്കുന്നത്, അവരെ കൊന്നിരിക്കുന്നത്, അവരുടെ ബോഡി വളരെ നരയിലുള്ള ഒരു വിജനമായ സ്ഥലത്ത് നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അവര് ഈ നിലയിൽ പോയാൽ ഇവിടെ എന്തിനാണ് ഇത്രയേറെ പോലീസ് സംവിധാനങ്ങള്, ഇത്രയേറെ നിയമങ്ങൾ കൊണ്ടുവന്ന് പറഞ്ഞ് ഇത് കർക്കശമായി നടപ്പാക്കാത്തത് കൊണ്ടും ഇപ്പോഴും നിയമത്തിന്റെ വഴിയിൽ രക്ഷപ്പെടാൻ ഒത്തിരിയേറെ പിടിപാടുകളുള്ളവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നതുമാണ്. ഇവിടെ നമുക്കറിയാം, ഇവിടെ ഡ്രഗ് അബ്യൂസ്, മദ്യത്തിന്റെ അബ്യൂസ് ഒക്കെ കൂടി വരുന്നു. ഇതൊക്കെ നിയന്ത്രിക്കാൻ കഴിയാതെ ഈ രാജ്യത്ത് ഇന്നും ഒരു പെൺകുട്ടിക്കും സുരക്ഷയില്ല എന്ന് പറയുന്നത് അവിടെ ഒരല്പമെങ്കിലും ആത്മാഭിമാനമുണ്ടെങ്കിൽ അത് ഡൽഹിയിലെ കേന്ദ്ര സർക്കാരായാലും ഡൽഹിയിലെ ആം ആദ്മി സർക്കാരായാലും ഒരു നിമിഷം പോലും അധികാരത്തിലിരിക്കാതെ രാജിവെച്ച് ജനങ്ങളോട് ക്ഷമ പറയുകയാണ് ചെയ്യുന്നത്. ഈ ഘട്ടത്തിൽ മറ്റൊരു വാർത്ത കൂടി അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഈ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വിശദീകരണമോ എന്തെങ്കിലും പ്രതികരണമോ ഈ ഘട്ടത്തിൽ വന്നിട്ടുണ്ടോ? ഏറ്റവും ദയനീയമായത് അതാണ്. ഇതുവരെ ഈ സംഭവം പുറത്തു വന്നതിന് ശേഷം രാഷ്ട്രീയ നേതൃത്വം, പ്രത്യേകിച്ച് ഭരണ നേതൃത്വം ഇതേക്കുറിച്ച് മൗനം പാലിക്കുകയാണ്. പോലീസാണ് ചിലതൊക്കെ പറയുന്നത്. ഇത് അല്ലാതെ ഇതിനെ സംബന്ധിച്ചൊരു വിശദീകരണത്തിനോ ക്ഷമ പറയാനോ ഇനി ഇത് ഉണ്ടാവില്ലെന്ന് ഉറപ്പ് നൽകാനോ പോലും ഇവിടെ കേന്ദ്ര സർക്കാരിലെ ഉത്തരവാദിത്തപ്പെട്ടവരോ ആരും തയ്യാറായിട്ടില്ല. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഡെയിലി ആവർത്തിക്കുകയാണ്. നമുക്കറിയാം, ഞാനിന്ന് കുറച്ചു മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഉത്തരാഖണ്ഡിൽ നടന്ന കൊലപാതകത്തിലും ഒരു സ്ത്രീയുടെ കൂട്ടബലാത്സംഗം കൊലപാതകത്തിലും അവിടെ ഒരു ശശിദേവി എന്നൊരു സ്ത്രീ അടക്കം, നിതിൻ എന്ന് പറയുന്ന ഒരാള്, നിഖിൽ എന്ന് പറയുന്ന ഒരാള്, തുഷാർ എന്ന് പറയുന്ന ഒരാള്, എല്ലാം ചെറുപ്പക്കാരാണ്. 20 വയസ്സും 19 വയസ്സുള്ള ഹരിദ്വാറിലുള്ള സ്വദേശികളായിട്ടുള്ളവരാണ് ഈ കൂട്ടബലാത്സംഗത്തിന് അവിടെ അറസ്റ്റ് ആയിട്ടുള്ളത്. ഇവിടുത്തെ കാര്യത്തിൽ 2 പേരെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് ആ കേസ് 2 പ്രതികളിലേക്ക് ചാരി രക്ഷപ്പെടാനുള്ള ഇവിടെ വീഴ്ച ഉണ്ടായിരിക്കുന്നത് ഭരണകൂടത്തിനും പോലീസിനുമാണ്. കൂടുതൽ പ്രതികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണോ കരുതുന്നത്? കൂടുതൽ പ്രതികൾ ഉണ്ടോ ഇല്ല എന്ന് നമുക്കറിയാൻ കഴിയില്ല. പക്ഷേ ഇവിടെ ഇത്തരം സംഭവങ്ങളിൽ വീഴ്ച ഉണ്ടായിരിക്കുന്നത് പോലീസിന്റെ ഭാഗത്തുനിന്നാണ്. ഈ രാജ്യത്ത് ഒരു പെൺകുട്ടിക്ക് 10 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് സുരക്ഷ ഉറപ്പാക്കാനാവുന്നില്ലെങ്കിൽ ഡൽഹി പോലെ നമുക്കറിയാം, കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള പോലീസാണ്. അവർക്ക് ഇത് നമുക്ക് കേരളത്തിലൊക്കെ ഉള്ളതിന്റെ 15 ഇരട്ടി പോലീസ് സന്നാഹങ്ങളാണ്, അതിലേറെ പോലീസ് സേനയാണ് ഇവിടെയുള്ളത്. ഒന്നിനും പണത്തിനോ പോലീസിന്റെ എണ്ണത്തിനോ കുറവില്ല, സംവിധാനങ്ങൾക്ക് കുറവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു നഗരത്തിൽ, രാജ്യ തലസ്ഥാനത്ത് നിർഭയ പോലൊരു സംഭവത്തിന് ശേഷം വീണ്ടും അതിനേക്കാൾ ക്രൂരമായ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു എന്നതാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയാതിരിക്കാൻ കഴിയും. തീർച്ചയായും വളരെ നന്ദി ശ്രീ ജോർജ് കള്ളിവേലിൽ ഈ നിമിഷം ഞങ്ങളോടൊപ്പം ചേർന്നതിനും പ്രതികരണം അറിയിച്ചതിനും.